ഹലോ ഫ്രണ്ട്സ്, +1 ഫിസിക്സ് ടോപ്പിക്കുകളുടെ ഡിസ്കഷൻ നടക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിലെ 3 ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്: ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻ. നമുക്ക് സമയം കളയാതെ ടോപ്പിക്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷൻ ടോപ്പിക് ഇതാണ്: ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നോക്കാം. ഓൾ ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റഡ് ബൈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സം കോമ്പിനേഷൻ ഓഫ് 7 ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. എഴുതിയ വാചകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഡിറൈവ്ഡ് യൂണിറ്റുകൾ കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും നമുക്ക് 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഒരു കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ ആവുന്നു? ഡിറൈവ്ഡ് യൂണിറ്റുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും നമ്മുടെ SI യൂണിറ്റ് സിസ്റ്റത്തിലുള്ള 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ടേംസിൽ എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡിറൈവ്ഡ് യൂണിറ്റുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുദ്ദേശിച്ചത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തന്നെയാണ്. ക്വാണ്ടിറ്റികൾ രണ്ടുണ്ടല്ലോ, ഫണ്ടമെൻ്റൽ ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട്. അതിൽ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറ്റി തന്നെയാണ് ഈ പറയുന്നത്. ഈ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുമായിട്ടും ബന്ധപ്പെടണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലുമൊക്കെ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഓരോ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമുണ്ട്: ഒരു പർട്ടിക്കുലർ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ് ഉള്ളതെന്നും എത്ര അളവിലാണ് അവരുള്ളതെന്നും ഈ കാര്യം പറയാൻ പറ്റണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിലും ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ് ഉള്ളതെന്നും അവ എത്ര അളവിലാണുള്ളതെന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയുന്ന ആ ആശയത്തെ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയമെൻഷൻസ് എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെല്ലാ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളും, ഏത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം: നമ്മുടെ കൈവശമുള്ള 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെ we can consider the 7 fundamental quantities can be considered as the 7 dimensions of physical world. ഭൗതിക ലോകത്തിൻ്റെ 7 ഡയമെൻഷനുകളായി നമുക്ക് ഈ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും കരുതാം. അങ്ങനെ കരുതാൻ ഒരു കാരണമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞത് തന്നെ. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എഴുതാൻ പറ്റും. ഈ 7 മതി. ഓക്കെ, അപ്പോൾ നോക്കുക. ദി ബേസ് ക്വാണ്ടിറ്റീസ് ആർ നോൺ ആസ് 7 ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ്. അങ്ങനെയാണ് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെ നമ്മൾ 7 ഡയമെൻഷൻസ്, ഭൗതിക ലോകത്തിൻ്റെ 7 ഡയമെൻഷനുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഡയമെൻഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റുകൾ കൊണ്ടാണ്. ഇതാ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ദ ഡയമെൻഷൻ ഓഫ് മാസ് എടുക്കാം. ഓക്കെ, ഡയമെൻഷൻ ഓഫ് മാസ് എന്ന ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമ്മളിങ്ങനെ എഴുതുക: സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ M. അങ്ങനെയെങ്കിൽ ലെങ്ത് ആണെങ്കിലോ സ്ക്വയർ ബ്രാക്കറ്റിൽ L. ടൈം ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ T. കറണ്ട് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ A. ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ CD. ഓക്കെ, ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത് എന്നും കൂടെ ഓർക്കുക. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ഐഡിയ ഒന്നോടെ ഒന്ന് ക്ലിയർ ആവാൻ നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ കൂടെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ ആ കൺസെപ്റ്റ് എന്താണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് വോളിയം. നമ്മൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ കാണാൻ പോവുകയാണ്. ഓക്കെ, ആ വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വോളിയം എന്ന ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ: വോളിയം എന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ
ഏതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ എത്രയെത്ര അളവിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒറ്റവാക്ക് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ അർത്ഥം. ശരി, അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് വോളിയത്തിൻ്റെ ഇക്വേഷനാണ്. വോളിയം V is equal to ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് അറിയാവുന്ന വളരെ നിസ്സാരമല്ല വളരെ എളുപ്പത്തിലുള്ള ഒരു ഇക്വേഷനാണ്. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇക്വേഷനിലുള്ള ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നിവ ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണെന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ലെങ്ത് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ലെങ്ത് ഇറ്റ് സെൽഫ് ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നതും ഒരു നീളം തന്നെയാണ്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ലെങ്ത് അളന്നതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് അളക്കുക എന്ന് മാത്രം. അപ്പോൾ ദിസ് ഇസ് അഗൈൻ ബ്രെഡ്ത്ത് അഗൈൻ ഈസ് എ ലെങ്ത്. ദെൻ ഹൈറ്റ്, ഉയരവും എന്ത് തന്നെയാണ്? ഉയരവും ഒരു ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വോളിയം എന്ന ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ലെങ്ത്ത് എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. അതും ഒരു തവണയല്ല, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ആശയം നമുക്ക് എഴുതാൻ പറ്റണം. അതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഡയമെൻഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിക്കൊള്ളുക, ഡയമെൻഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ്റെ രൂപം എങ്ങനെ മാറുന്നു? ഡയമെൻഷൻ ദിസ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു L ഇൻറ്റു L. ശരിയാണല്ലോ? അതിനിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, L raised to 1, L raised to 1, L raised to 1. ഓക്കെ, അതായത് ആദ്യ തവണ ലെങ്താണ് അടങ്ങിയിരിക്കുന്നത്, പക്ഷേ അത് ഒരു തവണയേ ഉള്ളൂ. അടുത്ത ഡിപ്പെൻഡിങ് ക്വാണ്ടിറ്റിയിലും അടങ്ങിയിരിക്കുന്ന ലെങ്താണ്, അത് ഒരു തവണയേ ഉള്ളൂ. മൂന്നാമതും ലെങ്ത് തന്നെയാണ്, ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. A raised to m ഇൻറ്റു A raised to n ഈസ് ഈക്വൽ ടു A raised to m പ്ലസ് n. നമുക്ക് ഈ പ്രോപ്പർട്ടി വേണം, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ മറ്റൊന്നാണ് A raised to m the whole raised to n ഈസ് ഈക്വൽ ടു A raised to m ഇൻറ്റു n. ഇതും നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഈ 2 റിസൾട്ടുകൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതില്ലാതെ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയാൽ ഇതിന് നമുക്കിങ്ങനെ എഴുതാം, L raised to 3 എന്ന് എഴുതാം. ശരിയല്ലേ? കാരണം 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ പ്ലസ് ആയതുകൊണ്ട് 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 3 വന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, വോളിയം എന്ന ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ലെങ്താണ് അടങ്ങിയിരിക്കുന്നത്, അതും 3 പ്രാവശ്യം. 3 പ്രാവശ്യം എന്ന് പറയുന്ന ആ പ്രയോഗം തെറ്റാണ്, എങ്കിലും ഒരു 3 എന്ന ഒരു ക്വാണ്ടിറ്റിയിൽ, 3 എന്നുള്ള ഒരു മെഷറിൽ ലെങ്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം വേണം. കാരണം ഇവിടെ ലെങ്ത് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്, അതും എത്രയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാസ് അടങ്ങിയിട്ടുണ്ടോ, ടൈം അടങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റയെ കൂടെ ഉൾപ്പെടുത്തി ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ ഇങ്ങനെ എഴുതാറുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു m raised to 0, L raised to 3, T raised to 0. അപ്പോൾ ഇത് കാണുമ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷനെ പറ്റി വളരെ വിശദമായൊരു ഐഡിയ കിട്ടും. വോളിയം എന്ന ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാസ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ മാസ് അടങ്ങിയിട്ടില്ല, ലെങ്ത് റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ലെങ്ത് അടങ്ങിയിട്ടുണ്ട്, 3 ഈ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുണ്ട്, ടൈ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ടൈം അടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണൊരു സ്റ്റാൻഡേർഡ് ഫോം. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്ന ഈ ഡയമെൻഷണൽ എക്സ്പ്രഷനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല. ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോളിയമാണ്. അപ്പോൾ നമ്മളിത് വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഉൾപ്പെടെ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് ഈക്വൽ ടു m raised to 0, L raised to 3, T raised to 0. ഇങ്ങനെ എഴുതുമ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ പറയുക ഡയമെൻഷണൽ
ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഡയമെൻഷണൽ ഇക്വേഷനും ഡയമെൻഷണൽ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ നമ്മളിങ്ങനെ മുഴുവനായും റെപ്രസെൻറ്റ് ചെയ്താൽ അത് ഡയമെൻഷണൽ ഇക്വേഷൻ, പക്ഷേ ഡയമെൻഷണൽ എക്സ്പ്രഷൻ മാത്രമായി എഴുതിയാൽ അത് ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലും ഏതേത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ അടങ്ങിയിട്ടുണ്ട്, അത് എത്ര അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനിയും ക്ലിയർ ആകാത്തവർക്ക് ഏറ്റവും സിമ്പിളായി ഞാനൊരു വാചകം പറയാം. ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദി റിലേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വിത്ത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ക്വാണ്ടിറ്റിക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുമായി എന്താണ് ബന്ധം എന്ന് സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ? അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മളിനി ഡയമെൻഷൻ്റെ ഡെഫിനിഷനിലേക്കാണ് പോകുന്നത്. ഡെഫിനിഷൻ ഒരല്പം വ്യത്യസ്തമായി നിങ്ങൾക്ക് തോന്നിയേക്കാം, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡെഫിനിഷൻ വായിക്കാം. ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദി പവേഴ്സ് ഓർ എക്സ്പൊണൻസ്, രണ്ടും ഒന്ന് തന്നെയാണ്, പവേഴ്സ് ഓർ എക്സ്പൊണൻസ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ എഴുതി തന്നെ പോവാം. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ, തൽക്കാലം വോളിയത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മാസ്, ലെങ്ത്, ടൈം എല്ലാം ഉണ്ട്, 7 എണ്ണവും ഉണ്ട്. സ്റ്റാൻഡേർഡായി 3 എണ്ണം എഴുതാറുള്ളൂ എന്ന് മാത്രം. ഈ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ പവർ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പവർ അല്ലെങ്കിൽ എക്സ്പൊണൻറ്റ് എത്രയായിട്ട് ഉയർത്തണം. ഇത് 0 ആയിട്ടും ലെങ്ത്ത് 3 ആയിട്ടും ടൈം 0 ആയിട്ടുമാണ് നമ്മൾ ഉയർത്തുന്നതെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുക വോളിയം എന്ന ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ റേസ് ചെയ്ത ഈ പവറിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡയമെൻഷൻ എന്ന് പറയുക. ഈ പവർ മാറിയാൽ ഈ ക്വാണ്ടിറ്റി മാറിപ്പോകും. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് ലെഫ്റ്റ് സൈഡ് അറിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഏത് ക്വാണ്ടിറ്റി ആണെന്ന് അറിയില്ല, പക്ഷേ റൈറ്റ് സൈഡിലെ ഡയമെൻഷണൽ ഫോർമുല അറിയാം. m⁻⁴ L⁻², T⁻0 ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത്തവണ റേസ് ചെയ്ത പവർ ഞാൻ മാറ്റി. ആദ്യം 0, 3, 0 എന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവർ റേസ് ചെയ്തപ്പോൾ വോളിയം കിട്ടി. ഇനി അത് 0, 2, 0 എന്ന്, മാസ് 0, ലെങ്ത് 2, ടൈം 0 എന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടാൻ പോകുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏരിയ ആയിരിക്കും. ഇക്വേഷനിലേക്കൊന്ന് മടങ്ങിപ്പോയാൽ ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു, ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമാകും, അത് ഏരിയയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ പവർ എത്രയായി റേസ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും. ആ പവറിനെ തന്നെയാണ് എന്തെന്ന് പറയുക, ഡയമെൻഷൻ എന്ന് പറയുക. ഈ സങ്കല്പം മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അത് വീണ്ടും വീഡിയോ കാണുകയോ പുസ്തകം വായിക്കുകയോ നോട്ട് വായിക്കുകയോ ഒക്കെ ചെയ്ത് ആ കൺസെപ്റ്റ് എന്തായാലും ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇനി പഠനം മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സോഫാർ എന്താണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലായി. ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻ ഇതൊക്കെ എന്താണെന്ന് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയമെൻഷണൽ ഫോർമുല, ദി എക്സ്പ്രഷൻ which shows how and which of the base quantities represent the dimensions of a physical quantity is called dimensional formula of the given physical quantity. ബേസ് ക്വാണ്ടിറ്റികൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ, അതിൻ്റെ പവർ, ഏതൊക്കെ എണ്ണത്തിൻ്റെ പവർ എത്രയൊക്കെയായി ഉയർത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും എന്ന് ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ ആ എക്സ്പ്രഷനെയാണ് എന്ത് പറയുക, ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുക. വാട്ട് ഈസ് ഡയമെൻഷണൽ ഇക്വേഷൻ then? An equation obtained by equating the physical quantity with its dimensional formula is called a dimensional equation of the physical quantity. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷണൽ ഫോർമുല, മുകളിൽ പഠിച്ച ഡയമെൻഷണൽ ഫോർമുല, എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ m⁻⁴, L⁻3, T⁻0 എന്ന ഈ ഡയമെൻഷണൽ ഫോർമുലയെ നമ്മൾ അതത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി ഇക്വേറ്റ് ചെയ്യുമ്പോൾ, അതാണ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ എക്സ്പ്രഷനെയാണ് എന്ത് പറയുക, ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, നമുക്ക് പരീക്ഷയ്ക്ക് ഡയമെൻഷണൽ
ഇക്വേഷൻ കണ്ടെത്താനോ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്താനോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. അത് നമ്മൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ കണ്ടെത്തിയതുപോലെ കണ്ടെത്തണം. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കൂടെ നമ്മൾ ഏതാനും ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ കണ്ടെത്താൻ പോവുകയാണ്. ഓരോന്നും വളരെ ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കുക. ആദ്യത്തേത് ഏരിയ ആണ്. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. അവ ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഇറ്റ്സെൽഫ് ലെങ്താണ്. ദെൻ ബ്രെഡ്ത്തും എന്ത് തന്നെയാണ്? ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഡയമെൻഷൻ എഴുതി കഴിഞ്ഞാൽ ഡയമെൻഷൻ L⁻1 ഇൻറ്റു ഡയമെൻഷൻ L⁻1 എന്ന് എഴുതാം. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഡയമെൻഷൻ L⁻2 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡയമെൻഷൻ M⁻0 L⁻2 T⁻0 എന്ന് കിട്ടുന്നു. നമ്മളതിനെ ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡയമെൻഷണൽ ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ M⁻0 L⁻2 T⁻0 എന്ന് കിട്ടി. ഇതാണ് ഏരിയയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഡെൻസിറ്റി. അടുത്ത ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നോക്കുകയാണ്. ഇനി കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, ഡയമെൻഷൻ ഓഫ് റോ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി റോ, ഡയമെൻഷൻ ഓഫ് മാസ് സ്മോൾ ലെറ്റർ ആണ്, ഡയമെൻഷൻ ഓഫ് മാസ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് വോളിയം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധയോടെ ഇരിക്കുക. മാസിൻ്റെ ഡയമെൻഷൻ എഴുതാൻ നമുക്കറിയാം അല്ലേ, M⁻1. അവിടെ 1 എന്ന് നമ്മൾ എഴുതാൻ കാരണം ഇവിടെ മാസ്⁻1 എന്നാണ് കിട്ടിയത്, അതുകൊണ്ട് ഇവിടെ M⁻1 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് വോളിയം, അത് നമുക്കറിയാം, M⁻0 L⁻3 T⁻0. റൈറ്റ്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമായിട്ടാണ് ഡയമെൻഷൻ കിടക്കുന്നത്. പക്ഷേ നമ്മളൊരു ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ അത് ന്യൂമറേറ്റർ മാത്രമായിട്ടാണ് എഴുതുക. അതിനുവേണ്ടി നമുക്ക് ഈ ഡിനോമിനേറ്ററിലുള്ള ഡയമെൻഷണൽ ഫോർമുലയെ ന്യൂമറേറ്ററിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ പ്രധാനമായും സംഭവിക്കുന്ന കാര്യം പവറുകളുടെ സൈൻ റിവേഴ്സ് ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ എല്ലാം പോസിറ്റീവാണ്, അതുകൊണ്ട് സ്വാഭാവികമായത് മുകളിൽ ചെല്ലുമ്പോൾ എല്ലാം നെഗറ്റീവായി മാറും. അപ്പോൾ അങ്ങനെ ഡയമെൻഷണൽ ഫോർമുല മാറ്റുമ്പോൾ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ M⁻1, അത് മാസിൻ്റെയാണ്, ഇൻറ്റു വീണ്ടും M⁻0, കാരണം ഇവിടെ M⁻0 ആണ്, അത് മുകളിൽ ചെല്ലുമ്പോൾ -0 എന്ന് എഴുതുന്നതിൽ അർത്ഥമില്ല. അതുപോലെ T⁻0 ആണ്, അതും മുകളിൽ ചെല്ലുമ്പോൾ T⁻−0 എന്ന് എഴുതുന്നതിൽ കാര്യമില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാലും മതിയാവും. പക്ഷേ ലെങ്ത് ⁻³ എന്ന് വരും, കാരണം ഡിനോമിനേറ്ററിൽ ലെങ്ത്തിൻ്റെ പവർ +3 ആണ്, അത് ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ -3 ആയിട്ട് മാറും. ദെൻ T⁻0. ഇനി നമ്മളിതിനെ ഒറ്റ ഫോർമുലയായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു M⁻1 ഉണ്ട്, ഒരു M⁻0 ഉണ്ട്. മുൻപ് ഞാനൊരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറഞ്ഞിരുന്നു. A⁻m ഇൻറ്റു A⁻n ഈസ് ഈക്വൽ ടു A⁻m+n, അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൂടെ ഉണ്ട്, ഒരു റിസൾട്ട് കൂടെ ഉണ്ട് എന്ന് മനസ്സിൽ ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ അത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിസൾട്ട് ആസ് ഡയമെൻഷൻ ഓഫ് റോ ഈസ് ഈക്വൽ ടു M⁻1, കാരണം 1 + 0 1, L⁻−3 T⁻0. ഇതാണ് നമ്മുടെ ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. സമയം കളയാതെ നമ്മൾ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഈസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡയമെൻഷൻ ഓഫ് ന്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ ഡയമെൻഷൻ ഓഫ് ടി. അങ്ങനെ എഴുതാൻ കാരണം ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഇതാണ്, ന്യൂ ഈസ് ഈക്വൽ ടു 1/t. ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് എഴുതാം, ഡയമെൻഷൻ ഓഫ് ന്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ ഡയമെൻഷൻ ഓഫ് T⁻1. അത് ന്യൂമറേറ്ററിലേക്ക് മാറുമ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു T⁻−1 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ അതല്ല, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്നു. ഡയമെൻഷൻ ഓഫ് ന്യൂ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ M⁻0 L⁻0 T⁻−1. ഇതാണ് ഫ്രീക്വൻസി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻ. അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്. സ്പീഡാണ് അടുത്ത ക്വാണ്ടിറ്റി. നമുക്ക് എഴുതാം,
സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഡയമെൻഷൻ ഫോമിൽ എഴുതുന്നു, ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഒരു ലെങ്ത് ആണെന്നറിയാം l⁻⁴ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ t⁻⁴. അത് ന്യൂമറേറ്ററിലേക്ക് മാറ്റുമ്പോൾ l⁻⁴ ഇൻറ്റു t⁻⁻1. വീണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ l⁻⁴ t⁻⁻1 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈസ് ഈക്വൽ ടു m⁻⁴ l⁻⁴ t⁻⁻1. ഓക്കെ, അപ്പോൾ സ്പീഡിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ പറയാനുള്ളൊരു കാര്യം, നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ നോക്കിക്കൊണ്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതാൻ പറ്റും. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഇക്വേഷനിൽ m⁻⁴ l⁻⁴ t⁻⁻1. അപ്പോൾ ഞാൻ അതിന് ആനുപാതികമായിട്ട് യൂണിറ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം. അങ്ങനെ യൂണിറ്റ് എഴുതുമ്പോൾ m⁻⁴ മാസ് 0 ആണ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം എന്ന യൂണിറ്റ് അവിടെ വരുന്നില്ല. പിന്നെയുള്ളത് l⁻⁴ ലെങ്ത് ⁻⁴, അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റായ മീറ്റർ പവർ 1. പിന്നെയുള്ളത് t⁻⁻1 സമയത്തിൻ്റെ യൂണിറ്റ് ⁻⁻1 സെക്കൻഡ് ⁻⁻1. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നും എഴുതാം. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ യൂണിറ്റ് കിട്ടി മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ അറിയാം, m⁻⁴ l⁻⁴ t⁻⁻1. ക്ലിയർ? നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്, ദാറ്റ് ഈസ് നെക്സ്റ്റ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഡയമെൻഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. ഓക്കെ, നമ്മൾ ഡയമെൻഷൻ ഡയറക്റ്റ് എഴുതുന്നു, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ l⁻⁴ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയറക്ഷൻ t⁻⁴. ന്യൂമറേറ്ററിലേക്ക് മാറ്റുമ്പോൾ l⁻⁴ t⁻⁻1. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു m⁻⁴ l⁻⁴ t⁻⁻1. യൂണിറ്റ് ഒന്ന് എഴുതാൻ ശ്രമിച്ചാൽ മാസ് ഇല്ല, പവർ 0 ആണ്, കിലോഗ്രാം വേണ്ട. ലെങ്ത്ത് ഉണ്ട്, മീറ്റർ പവർ 1 ആണ്. പിന്നെ ടൈം ഉണ്ട്, സെക്കൻഡ് പവർ -1 ആണ്, ഓർ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതവിടെ നോക്കൂ, നമുക്ക് കിട്ടിയ വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് ഈ കാണുന്നത്. ഡയമെൻഷൻ ഓഫ് v ഈസ് ഈക്വൽ ടു m⁻⁴ l⁻⁴ t⁻⁻1. അത് ക്ലിയറാണ്. എന്നാൽ തൊട്ട് മുൻപ് നമ്മൾ കണ്ടെത്തിയ സ്പീഡിൻ്റെ ഡയമെൻഷനും അത് തന്നെയാണ്. അതവിടെ നോക്കൂ, നമുക്ക് കിട്ടിയ സ്പീഡിൻ്റെ ഡയമെൻഷൻ ഇക്വേഷനും ഇത് തന്നെയായിരുന്നു, m⁻⁴ l⁻⁴ t⁻⁻1. ഇവിടെയും m⁻⁴ l⁻⁴ t⁻⁻1. അവിടെ ഒരു പ്രശ്നം വന്നു. അതായത് സ്പീഡ്, വെലോസിറ്റി എന്നീ രണ്ട് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലും അടങ്ങിയിരിക്കുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഒന്നാണെന്ന് മാത്രമല്ല, അവരടങ്ങിയിരിക്കുന്ന അളവും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ദെയർ മേ ബി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിത്ത് സെയിം ഡയമെൻഷണൽ ഫോർമുല. ഒരേ ഡയമെൻഷണൽ ഫോർമുലയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളും ഉണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക്, ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുല വരാം. അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്, ഇപ്പം നമ്മളോട് ഈ ഭാഗം കാണിക്കാതെ സ്ട്രെയിറ്റ് ഡയമെൻഷണൽ ഫോർമുല മാത്രം കാണിച്ചു തന്നിട്ട് ഇത് ഏത് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ അത് വെലോസിറ്റി ആണോ സ്പീഡാണോ എന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ നമുക്ക് പറ്റാതെ വരും. അത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു പോരായ്മയാണ്. ഒരേ ഡയമെൻഷണൽ ഫോർമുല വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ വെവ്വേറെ തിരിച്ചറിയാൻ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിന് സാധിക്കില്ല. അതൊരു ലിമിറ്റേഷനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പഠിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മുടെ പ്രോബ്ലം മുന്നോട്ട് പോവുകയാണ്. അടുത്ത ക്വാണ്ടിറ്റി മൊമെൻറ്റമാണ്. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. P ഈസ് ഈക്വൽ ടു
എം വി. ഇപ്പോൾ ഡയമെൻഷൻ കണ്ടെത്തുന്നു. ഡയമെൻഷൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എം ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി വി. ഡയമെൻഷണൽ ഫോർമുലാസ് എഴുതിയാൽ എം റേസ് ടു 1. അടുത്തത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു -1. ഇവ ചേർത്ത് എഴുതിയാൽ എം റേസ് ടു 1 അങ്ങനെ കിട്ടും. കാരണം ഇവിടെ എം റേസ് ടു 1 ഉണ്ട്, ഇവിടെ ഒരു എം റേസ് ടു 0 ഉണ്ട്. 1 + 0 1 തന്നെ. എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -1. സോ ഒന്ന് എടുത്തെഴുതിയാൽ ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -1 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല നോക്കിക്കൊണ്ട് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എഴുതാൻ കഴിയും. ഇവിടെ മാസ് ഉണ്ട്, പവർ 1 ആണ്, സോ വി ഗെറ്റ് കിലോഗ്രാം. പിന്നീട് ലെങ്ത് ഉണ്ട്, പവർ 1 ആണ്, അതുകൊണ്ട് മീറ്റർ. പിന്നീട് ടൈം ഉണ്ട്, പവർ -1 ആണ്, അതുകൊണ്ട് സെക്കൻഡ് റേസ് ടു -1. അതല്ലെങ്കിൽ ഓർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിൽ എഴുതാം. നമ്മൾ റേസ് ടു -1 എന്നുള്ളത് പെർ എന്നുള്ള ഡിവിഷൻ ഉപയോഗിച്ച് എഴുതിയെന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എൽ ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെൻറ്റം പി ഇൻറ്റു ഡിസ്റ്റൻസ് എസ്. അപ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് എൽ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡിസ്റ്റൻസ് എസ്. മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയാം. എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -1 ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. എൽ റേസ് ടു 1 ചേർത്തെഴുതുന്നു. ഡയമെൻഷൻ എം റേസ് ടു 1 എൽ റേസ് ടു 2. കാരണം ഇവിടെ ഒരു എൽ റേസ് ടു 1 ഉണ്ട്, വീണ്ടും ഇൻറ്റു ഒരു എൽ റേസ് ടു 1 ഉണ്ട്. സോ 1 + 1 2. ദെൻ ടി റേസ് ടു -1. ദിസ് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ മൊമെൻറ്റം എൽ. യൂണിറ്റ് എഴുതാം. മാസ് ഉണ്ട് കിലോഗ്രാം, ലെങ്ത് ഉണ്ട് പക്ഷേ പവർ 2 ആണ്, അതുകൊണ്ട് മീറ്റർ സ്ക്വയർ. ടൈം ഉണ്ട്, പവർ -1 ആണ്, അതുകൊണ്ട് സെക്കൻഡ് റേസ് ടു -1. ഓർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്. ആക്സലറേഷൻ. ഇക്വേഷൻ നമുക്കറിയാം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഡയമെൻഷൻ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dimension of velocity divided by dimension of time. That's equal to m raised to 0 l raised to 1 t raised to -1 divided by t raised to 1. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ m raised to 0 l raised to 1 t raised to -1 ഇൻറ്റു t raised to -1. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഡിനോമിനേറ്ററിലെ +1 ന്യൂമറേറ്ററിൽ പോയപ്പോൾ -1 ആയി മാറും. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു -2. -2 എന്ന് വരുന്നു, കാരണം ഇവിടെ ഓൾറെഡി ഒരു -1 ഉണ്ട്, ഇൻറ്റു ഒരു -1 ഉണ്ട്. അപ്പോൾ -1 + -1 എന്നാവും, -1 + -1 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അങ്ങനെയാണ് അത് കിട്ടിയത്. സോ ദ ഫൈനൽ ഇക്വേഷൻ വുഡ് ബി എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു -2. നമ്മൾ യൂണിറ്റ് എഴുതാൻ ശ്രമിച്ചാൽ മാസ് ഇല്ല, അതുകൊണ്ട് കിലോഗ്രാം ഇല്ല. ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് മീറ്റർ ഈസ് ദർ. പിന്നെ ടൈം ഉണ്ട്, പവർ -2 ആണ്, അതുകൊണ്ട് സെക്കൻഡ് റേസ് ടു -2. ഓക്കെ, സെക്കൻഡ് റേസ് ടു -2 ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം, ഓർ യു ക്യാൻ റൈറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും എഴുതാം. അതാണ് നമ്മുടെ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയും. ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയും. നമ്മൾ വീണ്ടും അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഈസ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഡയമെൻഷൻ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് മാസ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ. അത് സിംപ്ലിഫൈ ചെയ്യുന്നു. എം റേസ് ടു 1. ദെൻ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു -2. ചേർത്തെഴുതിയാൽ എം റേസ് ടു 1 എൽ റേസ് ടു 1 ടി റേസ് ടു -2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. മാസ് ഉണ്ട് കിലോഗ്രാം, ലെങ്ത് ഉണ്ട് മീറ്റർ, ടൈം ഉണ്ട്, പവർ -2 ആണ്, സെക്കൻഡ് റേസ് ടു -2.
ഈ യൂണിറ്റിനെ തന്നെയാണ് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ന്യൂട്ടൺ എന്ന് എഴുതുന്നു. സോ ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ ഇറ്റ്സെൽഫ്. അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പൾസ്. ഓക്കെ, ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. I ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അത് നമ്മൾ ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഡയമെൻഷൻ ഓഫ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടൈം. അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം m⁻⁴, l⁻⁴, t⁻⁻2 ഇൻറ്റു t⁻⁴. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ m⁻⁴, l⁻⁴, t⁻⁻1 എന്നാണ് കിട്ടുന്നത്. അതിന് കാരണം ശ്രദ്ധിക്കുക, ഇവിടെ t⁻⁻2 ആണ്, ഇവിടെ ഒരു t⁻1 ആണ്. അപ്പോൾ ഇവിടെ -2 + 1 എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി 1. അങ്ങനെയാണ് ടൈമിൻ്റെ പവർ -1 ആയിട്ട് ഇവിടെ കിട്ടിയത്. സോ ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഇമ്പൾസ് I ഈസ് ഈക്വൽ ടു m⁻⁴, l⁻⁴, t⁻⁻1. നമുക്ക് യൂണിറ്റ് എഴുതാൻ ശ്രമിക്കാം. മാസ് ഉണ്ട് കിലോഗ്രാം, ലെങ്ത് ഉണ്ട് മീറ്റർ, ടൈം ഉണ്ട് (10⁻⁻1). ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഈസ് വർക്ക്. വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാം. ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. So dimension of work is equal to dimension of force into dimension of displacement. അതങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ m⁻⁴, l⁻⁴, t⁻⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ലെങ്ത് ആണ് l⁻⁴. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും m⁻⁴, l⁻⁴, t⁻⁻2. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വർക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണിത്. വർക്കിൻ്റെ ഡയമെൻഷനാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. m⁻⁴, l⁻⁴, t⁻⁻2. ഓക്കെ, അതൊന്ന് മനസ്സിലിരുന്നോട്ടെ. നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ഈസ് എനർജി. എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതിൻ്റെ അർത്ഥം എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വർക്കിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. സോ ഡയമെൻഷൻ ഓഫ് എനർജി ഈസ് ഈക്വൽ ടു m⁻⁴, l⁻⁴, t⁻⁻2. വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ കേസ് ഇവിടെ വന്നിരിക്കുകയാണ്. രണ്ട് വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ, എന്നാൽ ഒരേ ഡയമെൻഷണൽ ഫോർമുല. ഇവിടെയും ആ പ്രശ്നമുണ്ട്. ഡയമെൻഷണൽ ഫോർമുല മാത്രം കാണിച്ചാൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റിയാണ് എന്ന് ഡയമെൻഷണൽ അനാലിസിസിലൂടെ തിരിച്ചറിയാൻ പറ്റില്ല. യൂണിറ്റ് ഒന്ന് എഴുതാൻ ശ്രമിക്കാം. യൂണിറ്റ് വുഡ് ബി മാസ് ഉണ്ട് കിലോഗ്രാം, ലെങ്ത് ഉണ്ട് പവർ 2 ആണ് m², ടൈം ഉണ്ട് (10⁻⁻2). ഈ യൂണിറ്റിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജൂൾ എന്ന് വിളിക്കുക. ഓക്കെ, സമയം കളയുന്നില്ല, നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ടോർക്കാണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ എന്നുള്ളത് ഷോർട്ട് ഫോമിലാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. m⁻⁴, l⁻⁴, t⁻⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം l⁻⁴. സിംപ്ലിഫൈ ചെയ്യുന്നു. ഡയമെൻഷൻ ഓഫ് ടോർക്ക് ഈസ് ഈക്വൽ ടു m⁻⁴, l⁻⁴, t⁻⁻2. വീണ്ടും അതേ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് നമ്മുടെ വർക്കിനും എനർജിക്കും അതുപോലെ ടോർക്കിനും ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. വീണ്ടും നമ്മൾ പ്രശ്നത്തിലായി. ഈ കാണുന്ന ഡയമെൻഷണൽ ഫോർമുല തന്നിട്ട് ഡയമെൻഷണൽ അനാലിസിസിലൂടെ ഇത് ഏത് ക്വാണ്ടിറ്റി ആണെന്ന് കണ്ടെത്താൻ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് പ്രഷർ. പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പ്രഷർ P ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഡയമെൻഷൻ എഴുതുകയാണ്. ഡയമെൻഷൻ ഓഫ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ഏരിയ. ദാറ്റ്സ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അറിയാം m⁻⁴, l⁻⁴, t⁻⁻2 ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ അറിയാം m⁻⁴, l⁻� t⁻�0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡയമെൻഷൻ m⁻⁴, l⁻⁻1, t⁻⁻2. അതെങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ m⁻⁴
താഴെ 0 ആണത്, മുകളിലേക്ക് വരുമ്പോഴും 0 തന്നെയാണ്. അപ്പോൾ 1 + 0 1 ആണ്. ഇവിടെ L⁻² ആണ്, അത് മുകളിൽ വരുമ്പോൾ L⁻² ആകും. പക്ഷേ ഇവിടെ ഒരു 1 ഉണ്ട്. സോ 1 + -2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അങ്ങനെയാണ് ഇവിടെ ലെങ്ത്തിൻ്റെ പവർ -1 ആയത്. ടൈമിനിവിടെ 0 ആണ്, ഇവിടെ -2 ആണ്, അതുകൊണ്ട് -2 തന്നെ കിട്ടും. യൂണിറ്റ് ഒന്ന് എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാസ് ഉണ്ട് കിലോഗ്രാം, ലെങ്ത് ഉണ്ട് m⁻⁻⁻1, സെക്കൻഡ് ഉണ്ട്, ടൈമുണ്ട് s⁻⁻². സോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം kg/m²² എന്നുള്ളൊരു യൂണിറ്റിൽ എഴുതാം. ക്ലിയർ? Then we are move on to the next physical quantity, that is stress. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ മുകളിൽ കണ്ട അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും കിട്ടുക. അതുകൊണ്ട് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് ഇങ്ങനെ കിട്ടുക. സ്ട്രെസ് ഈസ് ഈക്വൽ ടു m⁻1 L⁻⁻1 T⁻². വീണ്ടും നമ്മൾ പ്രശ്നത്തിലായി എന്ന് പറയുന്നത് തമാശ രൂപേണ പറഞ്ഞതാണ്. അതായത് നമ്മുടെ പ്രഷറിനും സ്ട്രെസ്സിനും ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് വെവ്വേറെ തിരിച്ചറിയാനുള്ള നിർവാഹം ഇല്ലാണ്ടായിപ്പോവും. ആൻഡ് മൂവ് ഓൺ ടു ദി ലാസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വി ആർ ഡീലിംഗ് ഇസ് പവർ. പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. P ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. അപ്പോൾ ഡയമെൻഷൻ എഴുതുന്നു. ഡയമെൻഷൻ ഓഫ് പവർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വർക്ക് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. വർക്കിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. m⁻1 L⁻², T⁻². അതും തന്നെയാണ് എനർജിയുടെ ഡയമെൻഷനും, ഡിവൈഡഡ് ബൈ T⁻1. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് പവർ ഈസ് ഈക്വൽ ടു m⁻1 L⁻², T⁻³ എന്ന് കിട്ടും. എങ്ങനെയാണ് അത് -3 ആയത്? ഇവിടെ T⁻² ഉണ്ട്. അതിനുശേഷം ഡിനോമിനേറ്ററിലെ +1 ന്യൂമറേറ്ററിലേക്ക് മാറുമ്പോൾ എന്താകുന്നു? -1 ആകുന്നു. അപ്പം -2 + -1 ദാറ്റ് വുഡ് ബി -3. അങ്ങനെയാണ് ഈ പവർ -3 ആയത്. ഓക്കെ, ഇനി നമ്മളൊരു യൂണിറ്റ് എഴുതാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ മാസ് ഉണ്ട്, ദെൻ കിലോഗ്രാം, ലെങ്ത്തിൻ്റെ സ്ക്വയർ ആണുള്ളത് m², ടൈമിൻ്റെ ⁻³ ആണ് പവറുകൾ. സോ s⁻³ കിലോഗ്രാം m²/s⁻³ എന്നാണ് കിട്ടുക. ഈ യൂണിറ്റിനെ തന്നെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ വാട്ട് W എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ 16ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷണൽ ഫോർമുല ഞാൻ ഡെറൈവ് ചെയ്ത് കാണിച്ചു. ഇത് ഓരോന്നും നിങ്ങൾ ഒരിക്കലും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. There are physical quantities having no dimensions and no units. നമുക്ക് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഡയമെൻഷനുമില്ല, യൂണിറ്റും ഇല്ല. ഒരു ഉദാഹരണമാണ് സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെയുള്ളവ. ഇതിലൊരെണ്ണം എഴുതി കാണിക്കാം. ഫോർ എക്സാമ്പിൾ സ്ട്രെയിൻ നോക്കുക. നമ്മൾ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ dimension divided by original dimension. ഇതാണ് നമ്മുടെ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ സ്ട്രെയിൻ അലോങ് ലെങ്ത് ആണെന്ന് വിചാരിക്കുക. നീളത്തിലുള്ള സ്ട്രെയിൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്നാവും. ഈ ഡയമെൻഷൻ എന്നുള്ളത് എന്താണ് ചേഞ്ച് ചെയ്തത് എന്നുള്ളതിനർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംഭവിക്കുന്നത് മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ക്വാണ്ടിറ്റിയാണ് വരിക. ലെങ്ത് ആണെങ്കിൽ ലെങ്ത് തന്നെയാണ് വരിക, വോളിയം ആണെങ്കിൽ വോളിയം തന്നെയാണ് വരിക. അപ്പോൾ അത് ക്യാൻസലായി പോവുകയും ഇവയ്ക്ക് ഡയമെൻഷൻ ഇല്ലാണ്ടാവുകയും യൂണിറ്റും ക്യാൻസലായി പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള ഒരു ടേം നോക്കുക. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളാം. റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദി ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
വസ്തുവിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ എന്തായാലും മുകളിലും താഴെയുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെൻസിറ്റി തന്നെയാണ്. സോ അത് രണ്ടും ക്യാൻസലായി പോവുകയും യൂണിറ്റോ ഡയമെൻഷനോ ഇല്ലാതാകുകയും ചെയ്യും. അത് തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കേസിലും സംഭവിക്കുക. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്നുള്ള ഇക്വേഷനിലേക്ക് പോകുന്നു. മുകളിലും താഴെയും വെലോസിറ്റി ആയതുകൊണ്ട് അത് ക്യാൻസലായി പോവുകയും ഡയമെൻഷനോ യൂണിറ്റോ ഇല്ലാണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ക്വാണ്ടിറ്റികൾ വരുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഡയമെൻഷനും ഉണ്ടാകില്ല, യൂണിറ്റും ഉണ്ടാകില്ല. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരുപക്ഷെ എ പാർട്ടിൽ 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇതാണ്. ദെർ ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് യൂണിറ്റ്സ് ബട്ട് നോ ഡയമെൻഷൻ. യൂണിറ്റ് ഉണ്ടാകുകയും എന്നാൽ ഡയമെൻഷൻ ഇല്ലാതാകുകയും ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളും ഉണ്ട്. അതിന് ഉദാഹരണമാണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് നമുക്കറിയാം റേഡിയൻ, പക്ഷേ പ്ലെയിൻ ആംഗിളിൻ്റെ ഡയമെൻഷൻ ഇല്ല. സോളിഡ് ആംഗിൾ യൂണിറ്റ് അറിയാം സ്റ്റെറഡിയൻ, പക്ഷേ ഡയമെൻഷൻ ഇല്ല. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെയും യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇതും എ പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് ഡയമെൻഷൻ എന്താണെന്നും ഡയമെൻഷണൽ ഫോർമുല, ഡയമെൻഷണൽ എക്സ്പ്രഷൻ, ഡയമെൻഷണൽ ഇക്വേഷൻ എന്നാൽ എന്താണ്, കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്ന് ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് കാണിച്ചു. അതിനുശേഷം ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട പോയിൻറ്റുകളും കൂടെ പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം. വീഡിയോ വായിക്കണം എന്നല്ല, ഞാൻ വീഡിയോ കാണണം എന്നല്ല പറയണത്. ഈ ഭാഗം നോട്ട് ബുക്കിലോ ഗൈഡിലോ പുസ്തകത്തിലോ വീഡിയോയിലോ എവിടെയെങ്കിലും കണ്ട് നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് മുന്നോട്ട് ഡയമെൻഷണൽ അനാലിസിസ് എന്ന ഭാഗം പഠിക്കാൻ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അത് എത്രയാണെന്നൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.